കുറേ കാലങ്ങളായി ജുവാനെ ഒരു ഡോൾ ഹൗസ് ചോദിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഡോൾ ഹൗസൊക്കെ നോക്കി. എങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡോൾ ഹൗസൊക്കെ മേടിക്കുമ്പോൾ പെട്ടെന്ന് അത് ഒടിഞ്ഞു പോകുകയല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് അതിനോട് വലിയ അഭിപ്രായമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ നാൾ നോക്കി. പിന്നെ അവളുടെ ഒരു പ്രോപ്പർ ഒരു ഏജ് ആണല്ലോ ഇതൊക്കെ സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോഴാണ് ഒരു ഡോൾ ഹൗസ് മേടിച്ച് കൊടുക്കുന്നത്. അപ്പം കുറേ ഇവർക്ക് ഇമാജിനേറ്റീവ് പ്ലേ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. തന്നെ ഈ പാവകളെ വെച്ച് സംസാരിക്കാനും അങ്ങനെയൊക്കെ. അപ്പോൾ ഡോൾ ഹൗസ് കൊണ്ട് അതുകൊണ്ട് കാര്യമുണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. അപ്പം നമ്മൾ ഡോൾ ഹൗസ് മേടിച്ച് കൊടുത്ത് സ്കൂളിൽ നിന്ന് വന്നതേ ആ ഡോൾ ഹൗസ് എടുത്തിട്ട് ഇപ്പം തന്നെ എനിക്കത് സെറ്റ് ചെയ്യണം. ഏതായാലും വെള്ളിയാഴ്ചയാണ് ഡോൾ ഹൗസ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഹോംവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പുള്ളിക്കാരത്തി സ്കൂൾ കഴിഞ്ഞ് വന്നതേ വെള്ളം പോലും കുടിക്കാതെ ഇരുന്ന് ഡോൾ ഹൗസ് ഇന്ന് തന്നെ ശരിയാക്കി എടുക്കണമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഡോൾ ഹൗസിൻ്റെ അത് നമുക്ക് പാർട്സ് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ തന്നെ വേണം സെറ്റ് ചെയ്തെടുക്കാൻ. ഇതിനകത്ത് പല പല റൂംസൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അവിടെ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാം. അങ്ങനത്തെ ഡോൾ ഹൗസാണ്. ലിറ്റിൽ ടൈക്സിൻ്റെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡോൾ ഹൗസാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല വുഡും റിയൽ വുഡ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. റിയൽ വുഡും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ വന്നതേ ജുവാന അതെല്ലാം അഴിച്ചു പെറുക്കി അതിൻ്റെ ഓരോരോ പാർട്സ് മാറ്റി വെച്ചു. ശരിക്കും പറഞ്ഞാണല്ലോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ അസംബിൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ലേ, അവളൊരു ടേബിൾ അസംബിൾ ചെയ്യാൻ ജോഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊന്നും ഇവളായിരുന്നു ഒരു 75 കൂടുതൽ, ഒരു 80% ഇവളാ തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരു അഡീഷണലി സ്ക്രൂ ടൈറ്റ് ആക്കാനും അങ്ങനത്തെ ഫൈനൽ ടൈറ്റ്നസ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ജോഷാൻ ചെയ്ത് കൊടുത്തൊന്ന് ഹെൽപ്പ് ചെയ്തുള്ളൂ. ബാക്കി മുഴുവൻ 80 പറയണ്ട, ഒരു 95 എന്ന് പറയാം, 5% ജോഷാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം പിള്ളേർക്കാണ്, ഏത് കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനത്തെ ഇഷ്ടമുള്ള പിള്ളേർക്കൊക്കെയാണ് മേടിച്ച് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. സ്റ്റാർട്ടിങ് ഫ്രം ലൈക്ക് ക്രിയേറ്റിംഗ് എ ഡോൾ ഹൗസ്, അവരുടെ ആ ഗെയിം തുടങ്ങുകയാണ് അവിടെ. അപ്പോൾ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നൊരു സാധനം. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയാൽ നമുക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് അവരും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഡോൾ ഹൗസ്. കണ്ടോ, ഡോൾ ഹൗസിൻ്റെ അകമൊക്കെ കണ്ടോ, ഭയങ്കര രസമുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഭിത്തിയിലും ഒക്കെ ഓരോന്നിനും പെയിൻറ്റിങ്ങുകളും പിന്നെ ജനലുകളും ഫ്ലോറിംഗ് ഒക്കെ കണ്ടോ, നമ്മുടെ വുഡ് ഫ്ലോറിംഗ് ഒക്കെ പോലത്തെ ഫ്ലോറിംഗ് ആണ്. അങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോന്നും ഉണ്ട്. എല്ലാ പാർട്ടുകളും ആദ്യം എടുത്ത് സെറ്റ് ചെയ്ത് വരും. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ആക്സസറീസ് ഉണ്ട്. വീടിൻ്റെ ഉള്ളിലുള്ള കട്ടിൽ, പിന്നെ ബാത്റൂം ഫേണിച്ചർ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം അവൾ അടുക്കി എടുത്ത് വെച്ചു, ക്ലീൻ ചെയ്തു. സ്പോട്ട് ക്ലീൻ ചെയ്തിട്ടാണ് അവിടെ സെറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പം അതിൻ്റെ അകത്ത് മാനുവലും കൊടുത്തിട്ടുണ്ട്. മാനുവൽ വായിച്ച് നോക്കി അതൊക്കെ പഠിപ്പിച്ചെടുത്തത് ജോഷാൻ തന്നെയാണ് ഒരു പരിധി വരെ. അതായത് കുഞ്ഞിലെ നമ്മൾ ഈ വീട് ആദ്യമായിട്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. അപ്പം നമ്മളും ഇവിടെ കിട്ടുന്ന ഫേണിച്ചറും അങ്ങനത്തേതാണ്. നമുക്ക് ടി വി സ്റ്റാൻഡാണേലും പിന്നെ ബുക്ക് ഷെൽഫാണേലും നമ്മുടെ കട്ടിലാണേലും എല്ലാം നമ്മളിങ്ങനെ പാർട്സായിട്ട് മേടിച്ചിട്ട് അസംബിൾ ചെയ്തെടുത്ത സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിങ്ങനെ പാർട്ടായിട്ടേ കിട്ടുള്ളൂ. എല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ട് അസംബിൾ ചെയ്യാം. അതങ്ങനെ കുഞ്ഞിലെ തൊട്ട് ഇവൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അസംബിൾ ചെയ്യുന്നത്. ബുക്ക്ലെറ്റ് നോക്കി, മാനുവൽ നോക്കി, ഓരോന്നും സ്ക്രൂകൾ മാറ്റി വെച്ച്. അപ്പം ജോഷാൻ്റെ ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ജോഷാൻ ചെയ്യുന്നത്. അത് തന്നെ ഞാൻ തോന്നുന്നു അവളും പഠിച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളും അങ്ങനെ തന്നെ ഓരോന്നൊക്കെ വായിച്ച് നോക്കി എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് മാനുവൽ നോക്കി എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് അവൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ആക്സസറീസ് അതിൻ്റെ.
ഉണ്ടാക്കാൻ തുറക്കുന്നത് മാനുവലിൽ കാണിച്ചേക്കുന്ന ആ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുത്തപ്പം എടുത്ത ടൈം എന്ന് പറയുന്നത് 2 hours and 15 minutes ആണ് ജിവാൻ ഇത് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തപ്പോൾ എടുത്ത സമയം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്ന് 15 minutes അവൾ ബ്രേക്ക് ചെയ്തു. സോ അതായത് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ 2 hours എടുത്തു ഈ ഫുള്ള് സാധനം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ജിവാനെ ഒരു 10 year old 2 hours എടുത്തു. അപ്പോൾ ഒരു വലിയ ഒരാൾക്കാണെങ്കിൽ ഇതിലും സ്പീഡിൽ ചെയ്യാതിരിക്കാം. പക്ഷേ അവൾ ശരിക്കും നല്ലതായിട്ടാണ് ചെയ്തത് കേട്ടോ. കണ്ടോ, ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ജോഷൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അവൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ പിള്ളേർ ടൈറ്റ് ചെയ്യുന്നേക്കാളും വലിയവർ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ ഹാർഡ് ഫിക്സ് ആവുമല്ലോ. അങ്ങനെ ഒരു ഫൈനൽ ടൈറ്റ് മാത്രമേ ജോഷൻ കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാം അവൾ തന്നെ ചെയ്തു. സ്ക്രൂ ഓരോന്നും കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് മാനുവൽ നോക്കി കറക്റ്റായിട്ട് ഓരോന്ന് ഫിറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ നമ്മുടെ സ്റ്റീലിൻ്റെ ഈ സ്ക്രൂ കൂടാതെ വുഡൻ ഗ്ലൂ ഉപയോഗിച്ച് ചെയ്യേണ്ട സ്ക്രൂകളുണ്ട് കേട്ടോ. അത് ജോഷാനാണ് ചെയ്തു കൊടുത്തത്. കാരണം ഈ ഫെവിക്കോൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അതെന്ന് വെച്ചാൽ ഫെവിക്കോളൊക്കെ ദേഹം മുഴുവനാകും. പിന്നെ അത് കറക്റ്റായിട്ട് പിള്ളേർക്ക് എത്ര എമൗണ്ടാണ് കൃത്യം ഫെവിക്കോൾ എടുക്കേണ്ടതെന്നൊക്കെയുള്ളത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അതിൻ്റെ വുഡ് ഗ്ലൂസ് മാത്രം ജോഷാനാണ് അതിൻ്റെ അത് ചെയ്തു കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചതും അടുത്തത് ഏതാ ചെയ്യേണ്ടതെന്നും അതെല്ലാം നോക്കിയതും ചെയ്തതും എല്ലാം ജിവാന തന്നെയാണ്. മാനുവൽ നോക്കാതെ ചെയ്താലുള്ള പ്രശ്നമാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അത് കാണുന്ന പോലെ ആ ഇൻറ്റേർണലായിട്ട് ഓരോ റൂമിനും ഓരോരോ വാൾപേപ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ ഭംഗിയില്ലാതാവും നമ്മൾ മാനുവൽ നോക്കി ചെയ്തില്ലെങ്കിൽ. കറക്റ്റായിട്ട് മാനുവൽ നോക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും. ഇത് നോക്കുവാണെങ്കിൽ ഇതിന് 5 boxes ആണുള്ളത്. അതായത് താഴത്തെ നിലയിൽ വലിയൊരു ബോക്സ്, ഇനി നെക്സ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ 2 boxes, പിന്നെ അടുത്ത ഫ്ലോർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പിലെ 2 സ്ട്രക്ചേഴ്സ്. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയിൽ അതാണിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ ബോക്സാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, റെക്റ്റാങ്കുലർ ഷേപ്പ്. അതിൻ്റെ മുകളിൽ 2 സ്ക്വയേഴ്സ്, ഏറ്റവും മുകളിലേക്ക് 2 ട്രയാങ്കിൾസ് ആണ് റൂഫ് എന്ന് പറയുന്നത്, 2 ട്രയാങ്കുലർ ഷേപ്പ് സ്ട്രക്ചേഴ്സ്. ഇനി നമുക്ക് ഈ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ ട്രയാങ്കിൾസ് നമുക്ക് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കാം, ഫ്ലോറിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഡിസൈൻ അനുസരിച്ച് നമുക്കത് ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഇനിയും പിള്ളേരുള്ളവരാണെങ്കിൽ, തീർത്ത് പൊടി പിള്ളേരൊക്കെ, അതായത് ഒരു 5 വയസ്സ് താഴെയുള്ള പിള്ളേരൊക്കെയാണ് ഇത് വെച്ച് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ബ്ലോക്കുകൾ തമ്മിൽ വീഴാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് വെച്ച് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇനി ഇത്രൂടെ 5 ഇയേഴ്സിന് മുകളിലുള്ള പിള്ളേരാണ്, അവർക്ക് ഡിസൈൻ ചെയ്ത് കളിക്കണമെന്നുള്ള പിള്ളേരാണെങ്കിൽ നമുക്ക് ആ ലോക്ക് ഇടാതെ തന്നെ പിള്ളേരുടെ കൊടുത്താൽ മതി. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച് കളിക്കാം. ചിലപ്പോൾ കുഞ്ഞ് വീടായിട്ട് കളിക്കേണ്ടവർക്ക് അങ്ങനെ എടുത്ത് കളിക്കാം. അങ്ങനെയും കൂടെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് ചെറിയ പാർട്ട് മാത്രം മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി എടുത്തോട്ടും പോകാൻ പറ്റും.
P. There you go. ഇതിലുള്ള ഓരോ പീസിനും അതിൻ്റെതായ ഒരു ആൽഫബറ്റ് എഴുതിയിട്ടുണ്ടായിരിക്കും എൻ്റെ സൈഡിൽ. അത് നോക്കിയാണ് നമ്മൾ ഓരോ പീസും സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശമൊക്കെ ആയി. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. ഫൈനൽ ട്രയാങ്കുലർ ഷേപ്പിലെ ബോക്സാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മുടെ ആക്സസറീസ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ആക്സസറീസും കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത്. അതും നമ്മൾ അസംബിൾ ചെയ്തെടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഫൈനലി നമുക്ക് വേണ്ടുന്ന രീതി മോഡിഫൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി വല്ല പ്ലാൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ ലൈറ്റ്സോ ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഇവൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സൊക്കെ അതിലേക്ക് പിടിപ്പിച്ചു. അവൾ തന്നെ ആയിട്ടോ ഇതൊക്കെ ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ലൈറ്റ്സ് മേടിച്ചായിരുന്നു. ആമസോണിൽ നിന്ന് കുറേ ലൈറ്റ്സ് മേടിച്ചു. അത് റിമോട്ട് കൺട്രോൾഡ് ആണ്. അപ്പം കളർ ചേഞ്ചിങ് ആണ്. അപ്പം നമ്മുടെ ഓരോ മൂഡ് അനുസരിച്ച് കളറൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കാം. ഇതാ കാണുന്നതാണ് ആക്സസറീസൊക്കെ. ഇനി ആക്സസറീസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കാം. ബെഡാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. ബെഡും മാട്രസും പില്ലോസും കുഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. എല്ലാം ഒന്ന് പിടിപ്പിച്ചു. ഇനി വീട് ആകെ സെറ്റ് ചെയ്ത് വെച്ച് എങ്ങനെയാണ് ആ ട്രയാങ്കുലർ പാർട്ട് ഏറ്റവും മുകളിൽ വേണേൽ വരാം. അത് അവൾ ഒരു ട്രയാങ്കിൾ എടുത്ത് അവൾ ഗരാജാക്കി മാറ്റി. ഇപ്പോൾ അവൾ വെക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന സാധനവും കുറേ എണ്ണം അവളുടെ DIY പ്രോജക്ട്സും ഒക്കെയാണ് കേട്ടോ. അതിനകത്ത് എല്ലാം ഒന്നും ഇതിൻ്റെ അകത്തൂടെ കിട്ടിയതല്ല. അപ്പം നമുക്ക് വീടൊന്ന് ആകെ ഒന്ന് കയറി ഒന്ന് കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗരാജിലേക്ക് കിടക്കുന്ന ഈ കാറെന്ന് പറഞ്ഞാൽ കാറ് സെപ്പറേറ്റ് മേടിച്ചാണ്. ബർത്ത്ഡേക്ക് ബബിത ഗിഫ്റ്റ് കൊടുത്ത കാറാണത്. ഇനി ഇത് എന്ന് പറയുന്നത് ആ കിച്ചണാണ്. കിച്ചൻ്റെ ഒരു കോർണറിൽ കണ്ടോ ഇപ്പുറത്തെ സൈഡ് അത് ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ലിവിങ് റൂമാണ്. ലിവിങ് റൂമിലെ ഫേർണിച്ചറൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബാക്ക് വോൾ എന്ന് പറയുന്നത് നമ്മുടെ 4-in-a-row ഗെയിം ഇല്ലേ, അതിങ്ങനെ പുറകിൽ കൂടെ വെറുതെ കയറ്റി വെച്ചേക്കുന്ന ഒരു ഡിസൈൻ പോലെ. പിന്നെ ഷൂറാക്കായിട്ടൊരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവളെ. പിന്നെ ബെഡ്റൂമിൽ ആ പാവ ഒക്കെ നമ്മുടെ സ്വന്തം കേട്ടോ, ബാർബി. അപ്പോൾ അവളുടെ വേറെ അതിൻ്റെ കയ്യിലിരിക്കുന്ന ബാഗെന്ന് പറഞ്ഞാൽ അവളുടെ ഒരു DIY പ്രോജക്റ്റാണ്. അവളുണ്ടാക്കിയ ഒരു ബാഗാണത്. ഇനി അതിൻ്റെ പുറകിൽ കണ്ടോ ബെഡ് ലാമ്പ് ഇരിക്കുന്നത്. ബെഡ് ലാമ്പ് നമ്മൾ ലൈറ്റൊക്കെ കത്തുന്ന ബെഡ് ലാമ്പ് കേട്ടോ. അത് പ്രീ ഇൻസ്റ്റോൾഡ് ബാറ്ററീസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ അതിൻ്റെ പുറകിൽ ഇരിക്കുന്ന ക്ലോസറ്റൊക്കെ അവൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ മേടിച്ചതാണ്. പിന്നെ ഈ ബാത്റൂമിൽ കണ്ടോ ഈ പോട്ടിക്കകത്ത് നമുക്ക് സൗണ്ട് കേൾക്കാം ശരിക്കും ഇത് ഫ്ലഷ് ചെയ്യുമ്പം. അതാ കേട്ടോ സൗണ്ട്. ഇനിയും അതിൻ്റെ ബാറ്റബുണ്ട്. പിന്നെ ടവൽ റാക്കൊക്കെ വെച്ചേക്കുന്നുണ്ട് ആ ക്ലോസറ്റൊക്കെ. അതൊക്കെ അവളുടെ സ്വന്തമായിട്ട് ക്രിയേഷനാണ്. ഇനി ഇവിടെയും ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തൊക്കെ സാധനങ്ങൾ കിട്ടിയത്. അപ്പോൾ ഈ ഇരിക്കുന്ന ബോൾ ചുക്കി വെച്ചേക്കുന്നത് ബീൻ ബാഗായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ പിന്നെ ആ സോഫ പിങ്ക് കളറിലെ അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സോഫയാണ്. ആ കുഷ്യനും അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ റിമോട്ട് ഇരിക്കുന്ന ടേബിൾ കണ്ടോ, അതും അവൾ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്, പല സാധനങ്ങൾ ഒട്ടിച്ചൊട്ടിച്ച്. പിന്നെ അപ്പുറത്ത് ഇരിക്കുന്ന ചെയർ വേറെ ഏതോ സാധനത്തിൻ്റെ കൂടെ കിട്ടിയ ചെയറാണ്. പിന്നെ ഈ പ്ലാന്റ്സൊക്കെ നമ്മുടെ ഐക്കിയെന്ന് മേടിച്ച കുറച്ച് പ്ലാന്റ്സൊക്കെയാണ്, അതൊക്കെ വെച്ചു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് വീടിൻ്റെ അപ്പം വീട്ടിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു, ജുവാനയുടെ വീട്ടിലേക്ക്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നേരത്തെ എന്നാന്ന് വെച്ചാൽ എല്ലാം നിരന്ന് കിടക്കുകയായിരുന്നു. ഇപ്പം എല്ലാം കൂടി ഒരു സ്ഥലത്തേക്കായി അവർക്ക് കംഫർട്ടബിളുമായി കളിക്കാനുള്ള ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി. ഇപ്പം ഞാൻ പറഞ്ഞ ലൈറ്റ്സ് മേടിച്ച് പിടിപ്പിച്ചത്. ഇതാണ് ലൈറ്റ്സ്. അപ്പോൾ ഇത് റിമോട്ട് കൺട്രോൾഡ് ആണ് ഈ ലൈറ്റ്. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് വെക്കാം മുകളിലേക്ക്. അപ്പോൾ അതിനുള്ള നമ്മുടെ സൂപ്പർ ഗ്ലൂ തീർന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ താഴെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ലൈറ്റ് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ഇച്ചിരി ഒന്ന് ഒട്ടിക്കുകയൊക്കെ ചെയ്യണം ഇതിനെ വെച്ചിട്ട്. അപ്പം മുകളിലൊക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂം ലൈറ്റ് പോലെയൊക്കെ കാണിക്കാം. പിന്നെ നമ്മുടെ മൂഡിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ കളർ ചേഞ്ച് ഒക്കെ നമുക്ക് വരുത്തിയെടുക്കാം. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഡോൾ ഹൗസിൻ്റെ കഥകൾ. ഇനിയിപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഭാവന അനുസരിച്ച് നമ്മുടെ ഇതനുസരിച്ച് ഈ ഡോൾ ഹൗസിനെ കുറച്ചുകൂടെ നമുക്ക് മാറ്റിയൊക്കെ എടുക്കാം. അപ്പോൾ അതൊക്കെ ഭാവിയിൽ നമുക്ക് നോക്കാം ജുവാന എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്.
ഏതായാലും ഡോൾ ഹൗസ് ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാനും പിന്നെ ഇതുപോലെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ. അപ്പം ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. അപ്പം ഇനി മറ്റൊരു വീഡിയോ കാണുന്നിടം വരേക്കും ബൈ.